ലോകത്തിലെ രണ്ട് വലിയ സാമ്പത്തിക ശക്തികൾ കൈകോർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു സാധാരണ കരാറല്ല, നമ്മുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ ഭാവിയെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണത്. അതെ, ഒരു വലിയ മാറ്റത്തിന് നമ്മുടെ ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ നേട്ടം നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് ഒരു നിമിഷം പോലും നമുക്ക് വഹിക്കാതെ ഈ വിശേഷങ്ങളിലേക്ക് കടക്കാം. ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരു വലിയ വ്യാപാര കരാർ ഒപ്പിട്ടു. ഏകദേശം 70,000 കോടി രൂപയുടെ ഈ കരാർ രണ്ട് രാജ്യങ്ങളിലും ആയിരക്കണക്കിന് പുതിയ ജോലികൾ കൊണ്ടുവരും. ഇതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യൻ സാമ്പത്തിക മേഖല അതിവേഗതയിൽ മുന്നോട്ട് പോകുമ്പോൾ ബ്രിട്ടനുമായുള്ള ഈ ഒരു കരാർ ഒരു വലിയ വഴിത്തിരിവാകും. രണ്ട് ശക്തമായ രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ ഇത് ആഗോളതലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. ചില രാജ്യങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ലെങ്കിലും ഒപ്പിട്ട ഈ കരാറിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാനാകില്ല. എന്തൊക്കെയാണ് ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഈ കരാറിന്റെ നല്ല ഫലങ്ങൾ അടുത്ത 3 വർഷത്തിനുള്ളിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഒന്നാമത്, വില കുറഞ്ഞ ആഡംബര കാറുകൾ. ബ്രിട്ടന്റെ സ്വന്തം കാറുകളായ ജാഗ്വാർ, ലാൻഡ് റോവർ, റേഞ്ച് റോവർ എന്നിവയൊക്കെ ഇപ്പോൾ ടാറ്റയുടെ സ്വന്തമാണെങ്കിലും കാറുകളുടെ ഇറക്കുമതി നികുതി കുറയുന്നതോടെ ഇവയ്ക്കും മിനി കൂപ്പർ, റോൾസ് റോയ്സ്, ബെൻലി പോലെയുള്ള മറ്റ് ബ്രിട്ടീഷ് കാറുകൾക്കും വില ഇനി കുറയും. ഇനി ഈ കാറുകൾ നമ്മുടെ നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും സാധാരണ കാഴ്ചയാകും. കാരണം നമ്മുടെ ഗ്രാമങ്ങളിലും ഇപ്പോൾ ധാരാളം പണക്കാരുണ്ടല്ലോ. പിന്നെ വില കുറഞ്ഞ സ്കോച്ച് വിസ്കി. ലോകത്തിലെ ഏറ്റവും വലിയ മദ്യ വിപണിയായി ഇന്ത്യ മാറുമ്പോൾ ബ്രിട്ടനിലെ സ്കോച്ച് വിസ്കി കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടും. സ്കോച്ച് വിസ്കി കുടിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് വലിയ സന്തോഷമാകും. ബ്രിട്ടനിലെ സ്കോച്ച് വ്യവസായത്തിന് ഇത് വലിയ ഉണർവും നൽകും. പിന്നെ മികച്ച വസ്ത്രങ്ങൾ. ബംഗ്ലാദേശിൽ നിന്ന് ബ്രിട്ടനിലേക്ക് തുണിത്തരങ്ങൾ കുറഞ്ഞ നികുതിയിൽ പോകുന്നത് പോലെ ഇന്ത്യയിൽ നിന്നുള്ള മികച്ച കോട്ടൺ തുണികൾ ബ്രിട്ടനിലെ ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ ലഭിക്കും. ഇത് നമ്മുടെ വസ്ത്രനിർമ്മാണ മേഖലയ്ക്ക് വലിയ സഹായമാകും. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ഇതൊരു നേട്ടമാണ്. ബ്രിട്ടനിൽ ഇപ്പോൾ മീനിന് വലിയ ക്ഷാമമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീനും മറ്റ് മത്സ്യങ്ങളും അവിടേക്ക് കൂടുതൽ കയറ്റി അയക്കാൻ സാധിക്കും. ഇത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും വലിയ നേട്ടമുണ്ടാക്കും. പിന്നെ ആഭരണങ്ങൾക്കും മരുന്നുകൾക്കും പ്രയോജനമാണ്. ഇന്ത്യൻ ആഭരണങ്ങൾക്ക് ബ്രിട്ടനിൽ നല്ല ആവശ്യക്കാരുണ്ടാകും. അതുപോലെ മരുന്ന് നിർമ്മാണത്തിന് ഇന്ത്യ നേടിയെടുത്ത കഴിവ് ബ്രിട്ടന് ഇനിയുള്ള കാലം വലിയ സഹായകരമാകും. ഇന്ത്യയിൽ കുറഞ്ഞ കൂലിക്ക് ആളുകളെ ലഭിക്കുന്നത് കൊണ്ട് മരുന്നുകളുടെ വില ബ്രിട്ടനിലും കുറയും. ചരക്ക് കൂലി മാത്രം ഈടാക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളിലെയും ഉൽപ്പന്നങ്ങൾക്ക് ജനങ്ങൾക്ക് താങ്ങാനാകുന്ന വിലയിൽ ലഭിക്കും എന്നാണ് ഈ കരാറിലൂടെയുള്ള പ്രധാനപ്പെട്ട പ്രതീക്ഷ. വരുംകാല മാറ്റങ്ങൾ. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഈ കരാർ കേവലം പണപരമായ നേട്ടങ്ങൾക്കപ്പുറം ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പുതിയ ബന്ധം ലോകത്തെ ഇനി എങ്ങനെ മാറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതിലുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ പറയുക. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു. പുതിയ വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.